ഫെബ്രുവരി 12 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ പ്രശ്നങ്ങളുടെ മൂലകാരണം എന്ന തലക്കെട്ടോടുകൂടി ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന അധ്യായത്തിലെ 3-ാമത്തെ പടിയുടെ ഭാഗമായിട്ടുള്ള ലിറ്ററേച്ചറാണ്. ആ ലിറ്ററേച്ചറിൻ്റെ ഒരു ഭാഗമാണ്. 2-ാം പടിയായിട്ടൊക്കെ വളരെ ഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, എന്നാൽ ഈ പ്രോഗ്രാമിൻ്റെ തന്നെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒന്ന് തന്നെയാണ് സ്വാർത്ഥതയെക്കുറിച്ചുള്ള കണ്ടെത്തൽ. നമുക്കൊരു കുഴപ്പമുണ്ട് എന്ന് കണ്ടെത്താൻ പറ്റാതിരുന്ന് നമ്മൾ 1-ാമത്തെ പടിയിലൂടെ നമ്മുടെ കുഴപ്പങ്ങളെ കണ്ടെത്തുന്നു. മദ്യപാനം മാത്രമാണ് കുഴപ്പം എന്ന് കണ്ടെത്തിയ നമ്മൾ അതല്ല എന്നുകൂടി തിരിച്ചറിയുകയും അങ്ങനെ ആത്മീയമായ മാർഗത്തിലൂടെ പോകണം എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അപ്പോൾ അവിടെ ചില വ്യത്യാസങ്ങൾ വരുന്നത്, ആത്മീയ മാർഗം എന്നൊക്കെ നമ്മൾ പണ്ട് കരുതിയിരുന്നു. കുറേ ദൈവം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ കുറേ പ്രാർത്ഥിക്കുക, കുറേ സമയം അതിനായിട്ട് ചെലവഴിച്ചു, ഏതെങ്കിലുമൊക്കെ കുറേ ഗ്രന്ഥങ്ങൾ വായിക്കുക, ആ ഒരു സാമ്പ്രദായിക രീതിയിൽ ഒരു സംഭവങ്ങൾ, അതേത് മതത്തിൻ്റെയാണോ ആ രീതി. അപ്പോൾ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അതാണ് എന്ന് തെറ്റിദ്ധരിച്ച് നമ്മുടെ 2-ാമത്തെ പടിയിലൊക്കെ എത്തി എന്ന് കരുതുന്ന കുറേ ആളുകളുണ്ടാവും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ടും നമ്മുടെ ഈ ഒരു മൂലകാരണത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ദിശ അറിയാതെ നടുക്കടലിൽപ്പെട്ട ആ ഒരു കപ്പൽ, പായക്കപ്പൽ ഉണ്ടാവും. കാറ്റിൻ്റെ ദിശക്കനുസരിച്ചിട്ട് വേണം അതിനെ വലിച്ച് കെട്ടിക്കഴിഞ്ഞാലാണ് കൃത്യമായിട്ട് പോവുക. അതിൻ്റെ ദിശ അറിയാതെ പായകൾ ഇങ്ങനെ തിരിയുന്നു, അങ്ങനെ കടന്നിങ്ങനെ വട്ടം തിരിയും, എവിടെ എത്താതെ. എവിടേക്കും ഒരു ദിക്കിലേക്ക് എത്താൻ പറ്റില്ല. പക്ഷെ നമ്മളിട്ട് മനസ്സിലാക്കൂല. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്താണ് വലിയ ശക്തി എന്ന ആശയം എന്നുള്ളതിൻ്റെ തർക്കത്തിലേക്കോ അല്ലെങ്കിൽ ആ വലിയ ശക്തി എങ്ങനെയാണെന്നുള്ളതിലേക്കോ ഒന്നും അല്ല നമ്മൾ പോകുന്നത്. അതങ്ങനെ എങ്ങനെയായിക്കോട്ടെ, ഒരു വലിയ ശക്തിയിൽ വിശ്വാസം ഉണ്ടോ എന്നാണല്ല ചോദ്യം. വലിയ ശക്തിയിൽ നിങ്ങൾക്ക് ഒരു ശക്തിയിൽ വിശ്വാസം ഉണ്ടോ എന്നാണ് ചോദ്യം. നേരിട്ടുള്ള ചോദ്യമാണ് നമ്മുടെ ലിറ്ററേച്ചറിൽ അന്നത്തെ പഴമക്കാർ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വിശ്വസിക്കാൻ തയ്യാറാണെന്നൊക്കെ ഉള്ളത് പിന്നീടാണ്. വിശ്വാസം ഉണ്ടോന്നാണ്. എന്തിനാണ് വിശ്വാസം? കാരണം ഞാൻ എന്നിൽ തന്നെ വിശ്വസിച്ച് എൻ്റെ ബുദ്ധിക്ക് അനുസരിച്ച് കാര്യങ്ങൾ പോകണമെന്ന് ചിന്തിച്ചിരുന്ന മധ്യാസക്തരാണ്. അത് തിരിച്ചറിയണം. അപ്പോൾ ഈ വലിയ ശക്തിയിൽ വിശ്വാസം ഉണ്ട് എന്നുള്ളത് കേവലം ദൈവമാണെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിരുന്നുകൊണ്ട് ബാക്കി കാര്യങ്ങൾ വീണ്ടും ഇതന്നെ നമ്മൾ പറയുന്നവരെ ശങ്കരൻ തെങ്ങുമ്പോൾ തന്നെയാ, മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. കുടി നിർത്തി. എല്ലാ മീറ്റിങ്ങിലും ഒരു മാറ്റമുണ്ട്. മീറ്റിങ്ങിൽ ഇങ്ങനെ വലിയ ശക്തിയെക്കുറിച്ച് ബാധോരാതെ പറയുന്നുണ്ട്, ദൈവത്തെക്കുറിച്ചൊക്കെ. അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുള്ള സംഭവമാണേ, പ്രവർത്തിക്കുന്നില്ല. കാരണം എന്താ? കാരണം ഞാൻ എന്നിൽ തന്നെയുള്ള ശ്രദ്ധ മാറ്റിയിട്ടില്ല. ഞാനിങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്നത് എൻ്റെ തന്നെ കാര്യങ്ങളിൽ തൽപരനാണ്. കാരണം സ്വാർത്ഥത. ഞാൻ ഈ ദൈവത്തെ പോലും എന്തിനാ കരുതിയിട്ടുള്ള അറിയോ? ഞാൻ ദൈവത്തിനോട് ഹിതമായ രീതിയിൽ ചെയ്തില്ല, കള്ളു കുടിച്ചൊക്കെ ദൈവത്തിന് ഇഷ്ടമായിട്ടില്ല, ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കുകയാണ്. ഇതൊന്നും അല്ല ഇവിടെ. ആ ദൈവത്തിന് അതുകൊണ്ട് ഇപ്പോൾ കള്ളുടിയൊക്കെ നിർത്തി, ഞാനൊരു മാന്യനായി, ഞാൻ നല്ല നന്മയൊക്കെ ചെയ്യുന്നത് എനിക്കിങ്ങനെ നല്ല കാര്യങ്ങൾ കിട്ടാനാ. അവിടെ എന്തായി? ദൈവം എനിക്കെന്തോ തരുമെന്ന പ്രതീക്ഷയിൽ ഇവിടെ കാത്തു നിൽക്കുക. ആ പ്രതീക്ഷയല്ല ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 2-ാമത്തെ പടി നമുക്ക് തരുന്ന പ്രതീക്ഷ. ജീവിതത്തിന്റെ വലിയൊരു വാഗ്ദാനമുണ്ട് നമുക്ക്, അത് വേറെയാണ്. അതെന്താണ്? പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കും. ഈ 2-ാമത്തെ പടി എന്ന് നമ്മുടെ സുബോധം പുനഃസ്ഥാപിക്കുകയാണ്. ആ സുബോധം ഉണ്ടാവുന്നതിന് മുന്നേ നമുക്കുണ്ടായിരുന്ന അവസ്ഥ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് കേവലം വിശ്വാസമല്ല 2-ാമത്തെ പടി. ആ സുബോധം കൃത്യമായി പുനഃസ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കുഴപ്പങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അതിലെ പ്രധാന പ്രശ്നമാണ് നമ്മളുടെ സ്വാർത്ഥത. ആ സ്വാർത്ഥതയെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഏറ്റവും മിനിമൽ ഞാൻ പറയാം, നമ്മുടെ ഏറ്റവും ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു മീറ്റിംഗ് മോഡറേറ്റർ ചെയ്യുമ്പോൾ, ആ മീറ്റിംഗ് നടത്തുമ്പോൾ, ഓൺലൈൻ മീറ്റിങ്ങിൽ ആ മീറ്റിംഗ് എൻ്റേതാണ് എന്ന ഭാവേനയുള്ള എൻ്റെ പ്രവൃത്തികളിൽ എനിക്ക് ആ സ്വാർത്ഥത കാണാൻ പറ്റും. ഞാൻ മീറ്റിംഗ് മോഡറേറ്റർ ചെയ്യുമ്പോൾ അരമണിക്കൂർ ഞാൻ മീറ്റിങ്ങിൽ സംസാരിക്കുന്നു, ഉദാഹരണമായിട്ട് പറഞ്ഞാണ്. ആ രീതിയിലൊക്കെ ഞാൻ, കാരണം എനിക്ക് എൻ്റെ അവകാശമാണല്ലോ, ഞാൻ മോഡറേറ്റർ ചെയ്യുന്നല്ലേ എന്ന ഭാവേന എനിക്ക് ഉണ്ടാകുന്നൊരു കുഴപ്പം. അല്ലെങ്കിൽ ഞാൻ മീറ്റിങ്ങിൽ മധ്യാസക്തനാണ്, എനിക്ക് കുഴപ്പമുണ്ട്, എനിക്ക് ഇഷ്ടമുള്ളവരെ ഇത് വിഷയങ്ങളൊന്നും പറയാത്ത സാധാ മീറ്റിങ്ങിൽ ഞാൻ അങ്ങനെ അനിയന്ത്രിതാവസ്ഥ മറ്റുള്ളവരുടെ മേലിലേക്ക് അടിച്ചേൽപ്പിക്കുക, എന്നിട്ട് ഞാൻ കുഴപ്പമുണ്ടാക്കുക. അതേപോലെ എനിക്ക് മനസ്സിലാവാത്ത ആശയങ്ങളും മറ്റു കാര്യങ്ങളും ആളുകൾ സംസാരിക്കുമ്പോൾ
ആ കാര്യങ്ങളുടെ പേരിൽ മറ്റുള്ളവർക്ക് കുഴപ്പമുണ്ടാകുന്ന രീതിയിൽ ക്രോസ് ഷെയർ ചെയ്ത് അത്രയും കാര്യങ്ങൾ പറഞ്ഞ ആളുകളെക്കുറിച്ച് നമ്മൾ വാചാലമായിട്ട് നമ്മൾ സംസാരിക്കുക. കാരണം നമ്മുടെ ചിന്തയിലാണ് ഈ ലോകം പോണെന്നാ നമുക്കെപ്പെട്ട വലിയ ശക്തി പ്രവർത്തിക്കുന്നത്. അവിടെ ഷെയർ ചെയ്യുന്നോട് തന്നെ കഴിഞ്ഞില്ലേ പരിപാടി നമ്മുടെ. നമുക്ക് പറ്റത്തില്ല, നമ്മളെക്കാളൊരു വലിയ ശക്തി അംഗീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതിലേക്ക് വിട്ടുകൊടുക്കാൻ പോയിട്ട് അതിനെക്കുറിച്ച് മര്യാദയ്ക്ക് ചിന്തിക്കാൻ പോലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്ന സ്വാർത്ഥതയിലാണ് എന്നുള്ള തിരിച്ചറിവ്. അതുകൊണ്ടാണ് മീറ്റിങ്ങിലൊക്കെ നമ്മുടെ ഷെയറിങ് നടക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. മൊബൈലിൽ വേറെ വല്ല തിരുപ്പെടുത്തലോ അല്ലെങ്കിൽ വെറുതെ ഐഡി ഇട്ടിട്ട് അത് മ്യൂട്ടാക്കിയിട്ട് നമ്മൾ ബാക്കിയുള്ള പ്രവൃത്തികളിലേക്കൊക്കെ ഏർപ്പെടുന്നതിൻ്റെ കാരണം എന്താ? മീറ്റിങ്ങിനോട് പോലും നമുക്ക് ആത്മാർത്ഥ പുലർത്താനായിട്ട് പറ്റാത്തതിൻ്റെ കാരണം എന്താണ്? നമ്മളെപ്പോഴും നമ്മുടെ മാത്രം കാര്യങ്ങൾ തൽപരരാണ്. നമ്മളവിടെ ഇങ്ങനെ ശ്രദ്ധിക്കും, നമ്മുടെ ഷെയറിങ്ങിൽ ശ്രദ്ധിക്കുന്നു, നമ്മളത് അവിടെയൊക്കെ നമ്മൾ എന്തൊക്കെയോ ആണെന്നുള്ള ധാരണ മാറ്റിയിട്ടില്ല. പിന്നെ എന്ത് വലിയ ശക്തി പ്രവർത്തിക്കാനാണ്? ആ സ്വാർത്ഥത മാറ്റി നിർത്തട്ടെ. അതേപോലെ കേവലമായിട്ട് ആ ഷെയർ ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോലും നമുക്ക് എന്ത് മാറ്റം, നമ്മൾ എങ്ങനെയായിരുന്നു, എന്ത് സംഭവിച്ചു, ഇപ്പോൾ എങ്ങനെയുള്ളവരാണ്, ഇതെവിടെ പ്രവർത്തിക്കുക? കേവലം ഞാനൊരു മീറ്റിങ്ങിൽ കയറിയിട്ട് ഇത് എങ്ങനെയാണ്, അങ്ങനെയാണ്, എങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ള ഈ ഒരു സാധനം ഇങ്ങനെ അടിച്ചു വിടുകയാണ് ഡെയിലി. എന്നിട്ട് പുരോഗതി മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പുരോഗതി പോയിട്ട് അതിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഞാൻ അറിയുന്നില്ല, ഞാൻ തന്നെ മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവകരമായിട്ട് മാറുകയാണ്, വലിയ ശക്തി എന്നിൽ പ്രവർത്തിക്കുന്നില്ല. കാരണം ഞാൻ എൻ്റെ സ്വാർത്ഥതയിലും എൻ്റെ ചിന്തയിലും നിൽക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് കുഴപ്പമുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്തത്, ഒരു സ്പോൺസറെ തിരഞ്ഞെടുക്കാൻ പറ്റാത്തത്. ഇതിലെ നെഗറ്റീവുകൾ മാത്രം നോക്കിക്കൊണ്ട് എന്തിനാ സ്പോൺസറുടെ കാര്യം? കാരണം ഞാൻ തന്നെ ഇവിടെ വലുതാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ തെറ്റായ ദിശയിലേക്ക് നയിക്കും, തെറ്റായ രീതിയിൽ ഇതൊന്നും എല്ലാവർക്കും എല്ലാം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്ന ന്യായീകരണം പറഞ്ഞുകൊണ്ട് നടക്കണേ. മാറാൻ തയ്യാറായിട്ടില്ല, മറ്റുള്ളവർ വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. മറ്റുള്ളവർ വിശ്വസിക്കൽ കൂടിയാണ് രണ്ടാമത്തെ പടി തരുന്ന വലിയൊരു കാര്യം ജീവിതത്തിൽ. ഇതൊരു മാറ്റമാണ്. അതെങ്ങനെയാ കേവലം ഒരു ദൈവം ഉണ്ട് എന്നുള്ള വിശ്വാസം മാത്രമായിട്ട് വരുന്നത്? എവിടെയാ സുബോധം പുനഃസ്ഥാപിക്കുക, റിസ്റ്റോർ ദ സാനിറ്റി എന്നാ പറഞ്ഞിട്ടുള്ളത്. സാനിറ്റി എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇൻസാനിറ്റി ഉണ്ട് എൻ്റെ ജീവിതത്തിൽ. ആ ഇൻസാനിറ്റിയെ മാറ്റാൻ സുഖമില്ലാത്തൊരവസ്ഥ, സുബോധം എന്ന് പറയുന്നതിന്റെ സുഖമില്ലാത്ത ഒരവസ്ഥ എനിക്കുണ്ട്. കള്ളു കുടിക്കാതെ ഇരിക്കുമ്പോൾ ഇതുണ്ട്, അതിനെ പുനഃസ്ഥാപിക്കണം. അവിടെയാണ് ആ ദൈവം അത് സാധ്യമാക്കുന്നു എന്ന് പറയുന്നത്, ആ സ്വാർത്ഥത ഉപേക്ഷിക്കാൻ. അതല്ലാതെ വേറെ മാർഗമില്ല. ആ വലിയ ശക്തിയെ പ്രവർത്തിപ്പിക്കാനുള്ള ഏറ്റവും ഇതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ, ഈ വലിയ ശക്തി ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ആ വലിയ ശക്തി ആനയാണ് ചേനയാണെന്ന് പറഞ്ഞിട്ട് തർക്കത്തിന് പോകുന്നതിന് പകരം ഇതൊന്ന് പ്രവർത്തിപ്പിച്ചാൽ തീരുന്ന പ്രശ്നം എല്ലാവരും ഉള്ളൂ ഇവിടെ. അപ്പോൾ ഏടെ മീറ്റിങ്ങിൽ തർക്കമേ ഇല്ല രണ്ടാമത്തെ പടിയെക്കുറിച്ച്. വിശ്വാസം ഇല്ലാത്തവരെ കളിയാക്കേണ്ട കാര്യമില്ല. വിശ്വാസം ഇല്ലാത്തവർക്കും പ്രവർത്തിക്കേണ്ടത് ഒരു രീതിയിലാണ്, വിശ്വാസം ഉള്ളവർക്കും പ്രവർത്തിക്കേണ്ടത് എന്താണ്? സ്വാർത്ഥതയെന്ന് മോചനം കിട്ടാൻ എത്രത്തോളം ഞാൻ പ്രവർത്തിപ്പിക്കുന്നു എന്നുള്ളിടത്ത് എനിക്കിങ്ങനെ അളക്കാം. വലിയ ശക്തി കുറിച്ച് ഡയലോഗ് അടിച്ചിട്ടോ അതിൻ്റെ വക്കീലായിട്ട് മീറ്റിങ്ങിൽ പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അത് പ്രവർത്തിക്കണം. എവിടെ പ്രവർത്തിക്കണം? ചിന്തയിൽ മാത്രമല്ല, പ്രവർത്തികളിൽ. കേവലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മീറ്റിങ്ങിൻ്റെ ഉള്ളിൽ അവിടെ പ്രവർത്തിക്കാൻ തയ്യാറാവുന്നുണ്ടോ? അവിടെ സ്വാർത്ഥത മാറ്റി നിർത്താൻ എനിക്ക് പറ്റുന്നുണ്ടോ? എൻ്റെ ചിന്തയിൽ മാത്രമല്ല ഈ ലോകം പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? മറ്റുള്ളവരുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും മനസ്സിലാക്കാനുള്ള തയ്യാറെടുപ്പുണ്ടോ? ഒരു മീറ്റിങ്ങിനെ പൂർണ്ണമായിട്ട് കേട്ടിരിക്കാനായിട്ട് അതിനോട് പുറത്തുള്ള നീതി ഞാൻ ചെയ്യുന്നുണ്ടോ? അവിടങ്ങളിലൊക്കെ എനിക്കറിയാൻ പറ്റും. അതെനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ മദ്യാസക്തനാണെന്ന് പറഞ്ഞ് എൻ്റെ അസ്വസ്ഥതകൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കലല്ല ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വലിയ ശക്തി എന്ന ആശയം. മറിച്ച് മറ്റുള്ള മനുഷ്യരെ ആത്മത്തിലേക്ക് അപരനെ ഉൾക്കൊള്ളലാണ് അയാളുടെ ആത്മീയത എന്ന വളരെ കൃത്യമായ ഓർമ്മപ്പെടുത്തലോട് കൂടിയാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ കടന്നു വരുന്നത്. നമുക്ക് ഒരുമിച്ച് ഡേ പറയുന്ന തത്വങ്ങളോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാത്.